ഹായ്, ഓണമൊക്കെ എത്താറായല്ലോ. അപ്പോൾ പിന്നെ നമുക്കൊരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ മലക്കറി ഒരു ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം കറിവേപ്പില, ഒരു സ്പൂണ് വെളിച്ചെണ്ണ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരല്പം തേങ്ങ, ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും തേങ്ങ. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് തേങ്ങയുടെ അളവൊക്കെ കൂട്ടണേ. അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുക. അതിലോട്ട് അര സ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് നമുക്കൊരല്പം വെള്ളം വീത്തിയിട്ട് ഒന്ന് അരച്ചെടുക്കാവേ. നന്നായിട്ട് അരയരുത് കേട്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. നന്നായിട്ട് അരഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മലക്കറിയൊക്കെ ഒരു 1/4 വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള 1/4 ഭാഗം ഈ അരപ്പിൽ കിടന്നിട്ടാണ് വേകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റോളം തീ കുറച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോഴത്തേക്കും അവിയൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരല്പം കറിവേപ്പിലയും 1 സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുവേ. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി അവിയൽ തയ്യാർ. അപ്പം നിങ്ങൾക്ക് ഈ അവിയലിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടിപൊളി അവിയലാണേ.